ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും. പ്രശ്നസങ്കീർണമായ ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു പ്രത്യേക വൈഭവവും പ്രാർത്ഥന അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. പ്രശ്നസങ്കീർണമായ ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരുപാട് വിധവകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം വിധവകളുടെ ജീവിതം പങ്കുവയ്ക്കുന്ന റൂത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓർമ്മകൾ മായാതെ വിതുമ്പുന്ന മിഴികളും ഒരു സ്നേഹവായ്പായി നൽകിയ നിമിഷവും ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാൻ തനിയേ ഈ വഴി. പ്രശ്നസങ്കീർണമായ ജീവിതത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബീന ചേച്ചിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ബീന ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ബീന ചേച്ചി. ചേച്ചിയുടെ ബാല്യകാലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എവിടെയായിരുന്നു ജനിച്ചത്? മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അതൊന്ന് പറയാമോ? എൻ്റെ വീട് വരാപ്പുഴ ഒളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ഒരു ചേട്ടൻ, ഒരനിയത്തി. അപ്പച്ചനും അമ്മച്ചി എന്ത് ചെയ്യായിരുന്നു? അപ്പച്ചൻ വയറിങ്ങിൻ്റെ ജോലിയായിരുന്നു. അപ്പച്ചൻ 2009 മരിച്ചു. പിന്നെ അമ്മച്ചിക്ക് പശുക്കളായിരുന്നു വീട്ടിൽ. പശുക്കളെ വളർത്തിയിരുന്ന വെച്ചാൽ പിന്നെ ആങ്ങളെ കൽപ്പണി. നിങ്ങൾ 3 മക്കളായിരുന്നു? 3 മക്കൾ. മൂന്നാമത്തെ ആയിരുന്നോ ചേച്ചി? ഞാൻ രണ്ടാമത്തെ. ഇളയതൊരു അനിയത്തി ഉണ്ട്. ഓക്കെ. ചേച്ചി പഠിച്ചതൊക്കെ? പഠിച്ചത് കൂനമ്മാവിൽ സെന്റ് ഫിലോമിനാസ്. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ പോയി. 10ാം ക്ലാസ് വരെ പോയുള്ളൂ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ ആഗ്രഹം ഇല്ലായിരുന്നോ? അതോ അന്നേരം 10ാം ക്ലാസ് പാസ്സായിരുന്നു, പിന്നെ പഠിക്കാൻ പോയില്ല. അല്ല, വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു? വീട്ടിലെ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പഠിക്കാമായിരുന്നു, പക്ഷെ അന്ന് അതിന് മുതിർന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ +1ഉം +2ഉം തുല്യത കോഴ്സിന് പോയായിരുന്നു. +1ൻ്റെ പരീക്ഷ കഴിഞ്ഞു, അത് കുഴപ്പമില്ലായിരുന്നു. +2ൻ്റെ പോയി. പരീക്ഷയ്ക്ക് മുന്നേ ഹസ്ബൻഡ് മരിച്ചിട്ട് പിന്നെ അത് പൂർത്തീകരിച്ചില്ല. അപ്പൊ പഠിക്കണ കാലത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നോട്ട് പഠിക്കണം എന്നുള്ളത്, പക്ഷെ എന്തോ പോയില്ല. ഓക്കെ. അതിനുശേഷം എത്ര വയസ്സിലായിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞു? 25 വയസ്സായിരുന്നു. 25 വയസ്സ്. അപ്പൊ അതുവരെ എന്ത് ചെയ്തു വീട്ടില്? അതുവരെ ഞങ്ങള് മുപ്പത്തടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോഡി ഗാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ടോയ്സ് ഒക്കെ തയ്ച്ച് അവിടെ തയ്ക്കാൻ പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കടയിൽ പോകുമായിരുന്നു. എന്ത് കടയായിരുന്നു അത്? അവിടെ അക്വേറിയം, നഴ്സറി ഒക്കെ കൂടി ഒരു കടയായിരുന്നു. അവിടെ കുറച്ചാൾ പോയി. പിന്നെ തയ്ക്കാൻ പോയായിരുന്നു. അപ്പൊ ചുരിദാർ അങ്ങനെയൊക്കെ? അങ്ങനെയല്ല, ടോയ്സിന്റെ കമ്പനി ആയിരുന്നു. ഓക്കെ. അപ്പൊ ചേച്ചി ഇങ്ങനെ 25 വയസ്സ് വരെ വീട്ടില് അങ്ങനെ പോയി, കല്യാണാലോചനകൾ വന്നു തുടങ്ങി. അപ്പൊ നമ്മള് ജീവിതത്തിലേക്ക് പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തമൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണ ജീവിതത്തിലേക്ക് പോകുമ്പോൾ? ജീവിതം എന്ന് വെച്ചാല് കല്യാണം കഴിക്കുന്ന ആളൊരു സ്നേഹമുള്ള ആളായിരിക്കണം, നമ്മളോട് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനെ ഒരു നല്ലൊരു വലിയ സാമ്പത്തികമല്ല, നമ്മളെ ഇതിൽ പോകാനൊരു അങ്ങനെ ഒരു ആഗ്രഹം, ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ യൂദാശ്രീയുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് അപ്പൊ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ യൂദാശ്രീനോട് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയുള്ള ഒരാളാണ് കിട്ടിയത്. കല്യാണം കഴിഞ്ഞത് എവിടേക്കായിരുന്നു? അങ്കമാലി തുറവൂര്. ചേട്ടന്റെ പേര് അസ്തപ്പൻ. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ? വീട്ടില് അമ്മ, ഒരു ചേട്ടൻ, ഒരു പെങ്ങള്. ചേട്ടൻ എന്ത് ചെയ്യായിരുന്നു? ചേട്ടന് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു. എന്നിട്ട് ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? കല്യാണം കുഴപ്പമുണ്ടായില്ല. അല്ല, കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒന്ന് നിങ്ങൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുമായിരുന്നു എല്ലാത്തിലും? സഹകരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് മക്കളൊക്കെ എന്നാണ് ജീവിതത്തിലേക്ക് വന്നത്? ഞങ്ങള് 2005 ജനുവരി 30 ആയിരുന്നു ഞങ്ങളുടെ കല്യാണം.
മോളുണ്ടായത് 2006 ഏപ്രിൽ 2-ാം തീയതി, മോൻ 2007 ഡിസംബർ 4-ാം തീയതി. ഈ ചെറുപ്പകാലത്തൊക്കെ പള്ളിയിലൊക്കെ പോവായിരുന്നു? ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ഇടവക കൂനമ്മാവ് പള്ളിയായിരുന്നു, സെൻറ്റ് ഫിലോമിനാസ്. അത് കഴിഞ്ഞു ഞങ്ങൾ പഠിച്ചതൊക്കെ ആ സ്കൂളിൽ തന്നെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് എൻ്റെ കല്യാണത്തിൻ്റെ സമയങ്ങളൊക്കെ എപ്പോഴാണ് ആ ഇടവക വലിയ ഇടവകയായിരുന്നു. അതങ്ങനെ വിഭജിച്ച് തേവറകാട് തിരുഹൃദയ ദേവാലയമാണ് ഇപ്പം ഞങ്ങളുടെ ഇടവക. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഞങ്ങൾക്ക് കുറേ നടക്കണം അങ്ങോട്ട് കൂനമ്മാവിലേക്ക്. അപ്പം ഞങ്ങൾ കൊങ്ങോട്ടുള്ളി സെൻറ്റ് ആൻ്റണീസ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെയാണ് ഞങ്ങൾ പോയിരുന്നത് വെച്ചത്. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു? എല്ലാ ദിവസം അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിലും ശനിയാഴ്ച മാതാവിൻ്റെ നൊവേനയ്ക്ക് പോകുമായിരുന്നു, പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക്, പിന്നെ വെള്ളിയാഴ്ച കുര്യാക്കോസച്ചൻ്റെ സെൻറ്റ് ഫിലോമിനാസിൽ കുര്യാക്കോസച്ചൻ്റെ നൊവേനയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതിന് പോകുമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ശേഷം ഇവിടെ വന്നിട്ട് പള്ളിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പള്ളിയായിട്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇപ്പം അങ്ങനെ വലിയ സംഘടനകളിലൊന്നും ഉണ്ടായിരുന്നില്ല. വിശുദ്ധ കുർബാനയ്ക്കൊക്കെ എല്ലാം പോവായിരുന്നു. മക്കളുടെ പേര്? മോളുടെ പേര് സ്റ്റീന, മോൻ്റെ പേര് ഡോൺ. എന്താ ചെയ്യുന്നവര്? മോള് +2 പരീക്ഷ എഴുതിയിരിക്കണം, മോൻ SSLC. രണ്ടുപേരും അപ്പോൾ ഒരു വിജയം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ പോവുകയായിരുന്നു അല്ലേ? നല്ല സന്തോഷമായിട്ട് നിങ്ങളെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ്റെ വിയോഗം ഉണ്ടായത്. അതെങ്ങനെയായിരുന്നു ആ ഒരു? മോൻ്റെ കുർബാന സ്വീകരണം നടത്താൻ വേണ്ടി ജനുവരി ആദ്യത്തെ 2-ാമത്തെ ആഴ്ചയായിരുന്നു കുർബാന സ്വീകരണം. അപ്പോൾ ആള് എൻ്റെ വീട്ടിൽ ഒരു അത്യാവശ്യമായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ അപ്പോൾ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഞാൻ സന്തോഷക്കുറവൊന്നുമില്ല, പക്ഷേ ആൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ്, ഒരു ഇച്ചിരി സാമ്പത്തിക കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സാരി ഒക്കെ എല്ലാവരും പുതിയതൊക്കെ എടുക്കണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരി ഇപ്പോൾ പുതിയത് വേണ്ട, അപ്പോൾ ലൈറ്റ് കളർ ഷെയ്ഡായിരിക്കണം സാരി എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നാൽ അമ്മച്ചിയുടെ ഒരു നല്ല സാരി ഇരിപ്പുണ്ടാവും, അത് പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി ഏട്ടാന്ന് പറഞ്ഞു. അപ്പം ആളങ്ങനെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്ന വഴി ജനുവരി 9-ാം തീയതി. അപ്പം പിറ്റേ ദിവസം കൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി മോളുടെ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പം കഴുകാനായിട്ട് മെഷീനൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ആൾ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു പണി കയറി വന്നിട്ട് എൻ്റെ വീട്ടിൽ പോയതാണ്. വീട്ടിൽ പോയി വൈകുന്നേരം സന്ധ്യ 6:30 ആയപ്പോഴത്തേനും പോയതാണ്. പോയി തിരിച്ച് വന്ന വഴി നമ്മുടെ ഇവിടെ കനാൽ സ്റ്റോപ്പിൻ്റെ അവിടെ ആക്സിഡൻ്റ് ആയത്. ബൈക്കിലായിരുന്നു? ഇപ്പോൾ ആള് സ്കൂട്ടറിലായിരുന്നു. അപ്പം മഞ്ഞപ്രേന്ന് ഒരു ചെറുക്കൻ ഇങ്ങനെ കോതമംഗലത്തുള്ളതായിരുന്നു. അവൻ ബൈക്കിനിങ്ങനെ പോയപ്പോൾ റോങ് സൈഡ് കയറി വന്ന് ഇടിച്ചത്. ആ ചെറുക്കൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ ബൈക്കായിരുന്നു. അത് വന്ന് 9-ാം തീയതി ആക്സിഡൻ്റ് ആയിട്ട് 11-ാം തീയതി മരിച്ചു. ചേട്ടന് ആക്സിഡന്റ് ആയി എന്ന വാർത്ത അപ്പോൾ എപ്പോഴാണ് ചേച്ചി അറിയുന്നത്? ഇവിടെ ചേട്ടൻ ഒരു 10 മണിയൊക്കെ ആയിട്ടും ആള് വന്നിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ മോള് പോയി കിടന്നായിരുന്നു. മോനോട് പോയി കിടന്ന മോനെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാമ്മ പപ്പ വന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു TV വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്ന് നിൽക്കണ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു കാറ് വന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇവിടെ എല്ലാവരും അറിയണ എസ്തപ്പാന്ന്, പക്ഷേ ആളുടെ സ്കൂളിൽ ഇട്ടാണ് അഗസ്തീന്നായിരുന്നു. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ അഗസ്തി എന്നുള്ള പേര് കണ്ട കാരണം ഇയാളെ ഫോട്ടോ ഇങ്ങനെ സ്കൂട്ടറിൽ നിന്ന് കിട്ടിയ ലൈസൻസ് സ്കൂട്ടറിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ആൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ അങ്ങോട്ട് അങ്കമാലിക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ ചേട്ടൻ്റെ വണ്ടിയാണെന്ന് സംശയം തോന്നി. ലൈസൻസ് എടുത്ത് നോക്കിയപ്പോൾ അഗസ്തിന്ന് പേര് കണ്ടാരണം ആൾക്കൊരു സംശയം, ഇവരൊക്കെ വിളിക്കണ എസ്തപ്പാന്നാണ്. അപ്പോൾ ഈ എസ്തപ്പാൻ തന്നെയാണോ ഇതെന്നറിയാൻ വേണ്ടി ആൾ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് ചേച്ചി എസ്തപ്പാൻ എങ്ങോട്ട് പോയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ പോയി ആക്കണം എന്തേന്ന് വെച്ചപ്പോൾ ചേച്ചിയുടെ വീട് ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ വരാപ്പുഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉറപ്പിച്ച് അവിടെ നിന്ന് വന്ന വണ്ടിയായിരുന്നില്ല. അപ്പോൾ ചേട്ടനെ എന്തെന്നാ സ്കൂളിലെ പേര് അവൻ അഗസ്തി എന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഇപ്പം ഞാൻ എന്തേന്ന് വെച്ചാൽ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ആൾക്ക് പയ്യൊന്ന് വണ്ടിയൊന്നും മറിഞ്ഞു, കാലിന് ചെറിയൊരു ഇതുണ്ട്, ഇവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാനും മക്കളും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം അമ്മ ഇതേപോലെ മോളുടെ വീട്ടിലായിരുന്നു.
അപ്പം ഞാൻ വേഗം ഇവിടെ ആൾക്കാരൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേറെ ആരും അപ്പോഴത്തേനും ഇവിടെ മെമ്പർക്കൊക്കെ വിളിച്ചിട്ട് അവർ വേഗം വന്നായിരുന്നു. അപ്പോൾ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പക്ഷേ ആൾ അപ്പോഴത്തേനും ഇതിലായിരുന്നു. അത് നമ്മൾ അവരെ അറിയിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ ചേട്ടൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡിനോടൊക്കെ വിളിച്ചു പറഞ്ഞു. അവരൊക്കെ വന്നു. ഞങ്ങൾ ആശുപത്രി പോണ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇപ്പോൾ പോകണ്ട, അവനെ സ്കാൻ ചെയ്യാൻ കയറ്റിയേക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ പോയാലും കാണാൻ പറ്റില്ല, അവന് പേടിക്കാനൊന്നുമില്ല, അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം, അന്ന് കൊറോണയുടെ സമയമാണ്, അപ്പോൾ പിറ്റേ ദിവസം ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ചേച്ചിയുടെ മക്കളെയും കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെയും പിള്ളേരെയും കൂടി ഇവിടെ നിന്ന് അടുത്തുള്ളവരൊക്കെ കൂടി കൂട്ടി ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ കണ്ടമാന ആൾക്കാർ ഇവിടെ ഉള്ളവരൊക്കെ ആശുപത്രിയിലുണ്ട്. ഏത് ആശുപത്രിയിലാണ്? ലിറ്റിൽ ഫ്ലവർ. അപ്പോൾ എന്നെ മക്കളെ മാത്രം അകത്തേക്ക് ഏറ്റുവിട്ട് കഴിഞ്ഞപ്പോൾ ആള് കണ്ണൊന്നും തുറക്കണ്ടായിരുന്നില്ല. നമ്മൾ പറയണ കേൾക്കണ്ടോന്നറിയില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകണ്ടായിരുന്നു. അതാള് ഞങ്ങൾ പറയണതൊന്നും കേട്ടിട്ടാണോ എന്നറിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ വേഗം അവിടെ നിന്ന് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോഴത്തേനും ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ആള്. അപ്പൊ ചേച്ചി ഇവിടെ നിന്ന് പോകുമ്പോ എന്തായിരുന്നു ചേച്ചിയുടെ മനസ്സിൽ? ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആൾക്ക് വല്ല കൈക്കോ കാലിനോ ഒക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ അവര് കൃത്രിമ ശ്വാസം കൊടുത്ത് ആൾക്ക് ഓർമ്മയൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കണ്ടത്. എന്നാലും നമുക്ക് തിരിച്ചു കിട്ടും. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ യുവദാശ്രീനോട് അത്രയും പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച ഒരാളെ നമ്മൾക്ക് കിട്ടി, പക്ഷെ അതിന് ആയുസ് തന്നില്ല. 16 വർഷം ഒരുമിച്ച് ജീവിച്ചോളൂ. അപ്പോഴത്തേനും ഇപ്പൊ എത്ര വർഷമായി മരിച്ചിട്ട്? 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. അപ്പൊ മരണ വാർത്ത എപ്പോഴാണ് ചേച്ചി അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ അതോ വീട്ടിലായിരുന്നു? ഞങ്ങള് എന്നെ മക്കളെ അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. പിറ്റേ ദിവസം ഇവിടെ എല്ലാവരും അറിഞ്ഞെങ്കിലും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമായിരുന്നല്ലോ കൊണ്ടുവന്നെങ്കിൽ. അപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കൊച്ചാപ്പൻ ഇങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞ് ഇങ്ങനെ പോയി എന്ന് അന്ന് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങളോട് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസമാണ് അടക്കുണ്ടായത്. അപ്പോൾ അത്ര നാള് ഒരുമിച്ച് ജീവിച്ചു, പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് അല്ലേ? അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി ആളെ കണ്ടത്. പക്ഷെ പിന്നീട് 3-ാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ രണ്ടാമത്തെ ദിവസം ആണ് ഈ വാർത്ത അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താ തോന്നിയത്? മക്കളൊക്കെ എത്ര പ്രായം ഉണ്ടായിരുന്നു? മക്കളൊക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കണം, മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇനി എന്ത് ചെയ്യും മുന്നോട്ടുള്ള ജീവിതം എന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത വീട്ടിൽ തന്നെ ചക്ക വറുക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ 40 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നീ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തരാം, നീ ഇത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മച്ചിയും ഇവിടുത്തെ അമ്മയും ഉണ്ട് പാക്ക് ചെയ്ത് നന്നാക്കി അരിഞ്ഞൊക്കെ കൊടുക്കണം അവർക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതങ്ങനെ ചെയ്തു. അപ്പം ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ എന്നാലും ഇങ്ങനെ വന്നു പോയല്ലോ, ഇങ്ങനെ വെച്ചല്ലോ തമ്പുരാനൊക്കെ ഉള്ളൊരു വിഷമായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സലോമി എന്ന് പറഞ്ഞ യൂത്ത് ഫോറത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞങ്ങളുടെ പള്ളി. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിൻ്റെ പേരെന്തെന്നാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡെയ്സി ചേച്ചിയുടെ നമ്പർ, നീ ഡെയ്സി ചേച്ചിനെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെയ്സി ചേച്ചിനെ വിളിച്ചു. സലോമി ചേച്ചി പറഞ്ഞിട്ടാണെന്ന്. അപ്പോൾ ഡെയ്സി ചേച്ചി പറഞ്ഞു, നീ വിഷമിക്കരുത്, ഇത് തമ്പുരാൻ വയ്ക്കണ ഒരു ഇതാണ്, അതിന് ജീവാലയയിൽ മക്കളെയും കൂട്ടി നീ ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് പൈസയൊക്കെ എടുത്തത്. നമ്മൾ കയ്യിൽ പൈസയൊന്നും ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ പൈസയൊക്കെ എടുത്തിട്ട് ഞാൻ മക്കളും കൂടി ജീവാലയയിൽ ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിന് ചെന്ന് അവിടെ അത്രയും ദിവസം നമ്മൾക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നല്ല, എന്ത് ചെയ്തു ഇങ്ങനെ വരാൻ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. എന്നാലും ഇനി അങ്ങനെ ജീവിക്കും നമ്മൾ. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ നമ്മളേലും പ്രായം കുറഞ്ഞ ആൾക്കാർ, എന്നേലും പ്രായം കുറഞ്ഞവർ, എൻ്റെ മക്കളേലും ചെറിയ കുഞ്ഞുങ്ങളുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ടപ്പോൾ തമ്പുരാൻ ഇത് അല്ല സങ്കടം, ഇതിനേലും വലുതും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതും. പിന്നെ അവിടെ അച്ഛനൊക്കെ ആണെങ്കിൽ നല്ല ഇതായിരുന്നു. നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു തൻ്റെ ഇടം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനി മക്കൾ 2 ആളുണ്ട്, അവരൊന്നും ആയിട്ടില്ല, അവരെ വളർത്തണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ തളർന്നിരുന്നാൽ പറ്റില്ല, അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇനി നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, ഇനി മക്കളെ വളർത്താണ്ട് ഇനി
നമുക്ക് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വലിയ സാമ്പത്തികമില്ല, ഇവിടെയും അധികം സാമ്പത്തികമില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ വന്ന് അത് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ട് തന്ന് നന്നാക്കി. അത് കഴിഞ്ഞപ്പോൾ അന്ന് കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ സമയം, കൊറോണ സമയമായിരുന്നല്ലോ. അപ്പം നമ്മുടെ സ്കൂളിൽ കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ ഇത് വന്നു. അപ്പം ഞങ്ങളുടെ മെമ്പർ പറഞ്ഞ് ചേച്ചി വരാമോ, പണിക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരാം, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ പണിക്ക് പോയി. അവിടെ പണിക്ക് പോയി കഴിഞ്ഞുകൊണ്ട് അപ്പോഴത്തേനും ഒരു കുറച്ച് നാൾ പണി കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് അത് നിർത്തേണ്ട സമയമായപ്പോഴത്തേനും ഇവിടെ അടുത്ത് തന്നെ അംഗനവാടിയിലെ ടീച്ചർ മകൻ്റെ അടുത്തേക്ക് പോയിട്ട് ലീവ് എടുത്ത് പോയിട്ട് കൊറോണ ആയിട്ട് ടീച്ചർക്ക് വരാൻ പറ്റണ്ടായില്ല. അപ്പം ടെമ്പററി ആയിട്ട് കയറാൻ വേണ്ടി ചേച്ചി അന്ന് കയറാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു 2 മാസം നമുക്ക് അംഗനവാടിയിൽ കയറാൻ പറ്റി. അത് കഴിഞ്ഞ് അംഗനവാടിയിൽ ഇങ്ങനെ ഇറങ്ങേണ്ടതിൻ്റെ തലേ ദിവസം ഇവിടെ അടുത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ആ പെൺകൊച്ചി വേറെ ആരെയോ വിളിച്ചതാണ്. അപ്പം കോള് തിരിച്ച് എൻ്റെ ഫോണിലേക്ക് വന്നത്. അപ്പം എൻ്റെ എന്ന് വെച്ചാൽ പറഞ്ഞ അയ്യോ ചേച്ചീനെല്ലാം വിളിച്ചത്, ഞാൻ വേറൊരാളെ വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ ശരിയടി എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ കട നിർത്താണ്, ചേച്ചിക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ വീട്ടിലൊന്ന് പറയട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തുടങ്ങും, ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചി തുടങ്ങിക്കുമെന്ന് പറയാം. അപ്പം പിറ്റേ ദിവസം അംഗനവാടിയിൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അംഗനവാടിയിലെ ജോലി കഴിഞ്ഞു. അങ്ങനെ സമയത്ത് ഞാൻ വീട്ടിലോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഒരു എന്താണെന്ന് വെച്ചാൽ മക്കളത്രേ ആയിട്ടുള്ളൂ, നമ്മളുടെ ഒരു ശ്രദ്ധ അവർക്ക് കിട്ടേണ്ട സമയമാണ്. നമ്മൾ രാവിലെ തന്നെ എവിടെയെങ്കിലും കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ വരുള്ളൂ. ആ സമയത്ത് മക്കളെങ്ങനെ വരും എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെ പോവാണല്ലോ. അപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം പിന്നെ അന്ന് ശരി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. ഈ കട എവിടെയായിരുന്നു? കട ഈ റോഡിൻ്റെ അപ്പുറമായിരുന്നു. ഒരു വീട്ടിൽ തന്നെ, ഇതേപോലെ ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു കട. അവർ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ വാടക ഒഴിഞ്ഞ് പോണ നേരത്തെ അവർ കട നിർത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ചേച്ചി തുടങ്ങിക്കോ, ഞങ്ങളെല്ലാവരും സഹകരിച്ചോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് പൈസയും അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും അധികം ഒന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാവരുടെയും ഒരു സഹായത്താൽ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ കൂടി വന്ന് അങ്ങനെ പണിത് തന്ന് പിന്നെ ഷീറ്റൊക്കെ അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ ചെറിയൊരു എല്ലാവരും കൂടി വന്ന് സഹായിച്ച് അങ്ങനെ ഒരു കട തുടങ്ങി. അപ്പൊ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു കട ചേർന്ന് തന്നെ. അപ്പൊ നമുക്ക് വാടകയൊന്നും പോവില്ലല്ലോ, നമുക്ക് എപ്പോഴും വീട്ടിൽ ആളുണ്ടാവും, മക്കളെ നോക്കാൻ ആളുണ്ടാവും. എന്തൊക്കെയാ കടയില് കൊടുക്കുന്ന സാധനം? കടയില് പലചരക്ക് സാധനങ്ങളൊക്കെ കുറച്ചുണ്ട്, വലിയതായിട്ടൊന്നുമില്ല, അത്യാവശ്യം. ഇതൊരു കോളനിയാണ്. അപ്പൊ ഇവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ. അപ്പൊ ഇവിടെ കടയിൽ പോണെങ്കിൽ ജംഗ്ഷനിൽ പോകണം. അപ്പൊ ഇവിടെ ഉള്ള കുറച്ച് വീട്ടുകാർ നമ്മളോട് സഹകരിച്ച് തന്നെ പോകണം. ഈ കടയല്ലാണ്ട് പിന്നെ ചേച്ചി വേറെ എന്തെങ്കിലും? കടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊറൂര് മാനേജ്മെന്റിന്റെ തന്നെ അവിടെ ഇങ്ങനെ ഡെയിലി വേജസിന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ക്ലീനിങ്ങിന് ആൾ വേണം, വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ കൊച്ചു ചെറുക്കൻ വന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എങ്ങനെയാണ് സമയം എന്ന് ചെന്ന് അവിടുത്തെ മിസ്സിനെ കണ്ട് പ്രിൻസിപ്പാളിനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ചേച്ചിയുടെ സമയം എപ്പോഴാണോ അപ്പം വന്നാൽ മതി, ഒരു 4 മണിക്കൂറത്തെ പണിയുണ്ടാവും, അത് 1-2 ദിവസങ്ങളിൽ വന്ന് ഹയർ സെക്കൻഡറി ബ്ലോക്ക് മാത്രം. അപ്പം അങ്ങനെ വന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ശരി എന്നാ അങ്ങനെ വരാമെന്ന് പറഞ്ഞോണ്ട് ഇരുളിന്റെ മറവിലും പകലിന്റെ തെളിവിലും പതറാതെ വഴി തേടി നടന്നു താനേ. ഇനിയൊരു ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും, കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും തനിയേ ഈ വഴിയിൽ. ചേട്ടന്റെ വിയോഗത്തിന് ശേഷം അപ്പോൾ കട അതുപോലെ തന്നെ ഈ സ്കൂളിലെ ജോലി അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാണ്. അപ്പോൾ ഈ ഇത്രയധികം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെ സഹായിച്ചു, അല്ലെങ്കിൽ മക്കൾ എത്രത്തോളം കരുത്തായിട്ട് നിന്നു, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
ഞാൻ ചേട്ടൻ മരിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ അന്ന് ഈ മഠത്തിലെ മദർ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ അവിടെ വരെ ഒന്ന് വന്നോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ നിനക്കൊരു ആടിനെ തരട്ടെ, നീ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തന്നേരും. അങ്ങനെ മഠത്തിൽ നിന്ന് ഒരു ആടുകുഞ്ഞിനെ തന്ന്. പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ കട തുടങ്ങാനും ഒക്കെ എല്ലാവരും ഈ നാട്ടിലെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ് അവനില്ലാന്നുണ്ടെങ്കിലും ഞങ്ങൾ എന്ത് സഹായത്തിനും ഇപ്പം ഞങ്ങൾ അമ്മച്ചിയൊക്കെ കുറച്ചാൾ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പോയി. പിന്നെ ഇവിടുത്തെ അമ്മയാണെങ്കിലും ഇപ്പോൾ 1 വർഷമായി അമ്മ മരിച്ചിട്ട്. അപ്പം ഞങ്ങളും മക്കളും തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ പറഞ്ഞ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിച്ചാൽ മതി. എന്താണെന്ന് എല്ലാവരും നമ്മളുടെ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. പിന്നെ മക്കളാണെങ്കിലും ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിള്ളേരെ ആണെങ്കിലും ചേട്ടൻ മരിക്കുന്ന സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഇവിടെ. അന്ന് ഞങ്ങൾക്ക് ഒരു ഫോൺ ഉണ്ടായുള്ളൂ, ഇങ്ങനെ ക്യാമറയൊക്കെ ഉള്ള ഒരു ഫോൺ ഉണ്ടായുള്ളൂ. അത് നമുക്ക് ആക്സിഡൻറ്റിൽ അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പിള്ളേരുകൾ ഇങ്ങനെ കൊച്ചി ക്ലാസ് കാണാൻ, അന്ന് ഓൺലൈൻ ക്ലാസ്സിൽ അടുത്ത വീട്ടിലേക്ക് പോകണം കണ്ടിട്ട് ഒരു ദിവസം ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഉള്ള പിള്ളേരുകൾ ഞങ്ങൾക്ക് സ്റ്റീനമോളേന്ന് വിളിച്ചിട്ട് വരാൻ. അപ്പം എന്തേന്ന് ചോദിച്ചപ്പോൾ മോന് പഠിക്കാനായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി പിരിവിട്ട് കൊച്ചിനൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത്. അതേപോലെ എൻ്റെ അനിയത്തി ജോലിക്ക് കൊടുത്തെന്ന്. അപ്പോൾ 2 പേർക്കും വേണമല്ല. അപ്പോൾ അങ്ങനെ വേറൊരു മൊബൈൽ ഫോൺ മോനും കൊടുത്തു. അപ്പോൾ ടീച്ചർമാരാണെങ്കിലും സ്കൂളിൽ ഫോൺ വേണമെങ്കിലും അപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേണ്ട 2 കിട്ടി, ഇനി വേറെ പിള്ളേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്നാണെങ്കിലും ടീച്ചർമാരുടെ ഇവരുടെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞ സിബി എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു. ടീച്ചർക്ക് നല്ല നമ്മളോട് ഭയങ്കര സഹകരണം ഉണ്ടായിരുന്നു. നമ്മൾക്ക് കട തുടങ്ങാനായിട്ടാണെങ്കിലും എല്ലാത്തിനും നമ്മളെ സഹായിക്കും. എല്ലാവരും ഒത്തിരി സഹായിച്ചാണ് മുന്നോട്ട് പോയത്. അപ്പം ഈ സഹകരണങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വിശ്വസിച്ചത് കൊണ്ടാണോ ഇങ്ങനെയുള്ള ചുറ്റുപാടുമുള്ള ജനങ്ങൾ നമ്മളോട് സഹകരിച്ചത്? അങ്ങനെയുള്ള വിശ്വാസമുണ്ടോ? പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ നമ്മളെ തമ്പുരാൻ നേരത്തെ വിളിച്ചെങ്കിലും നമ്മളത്രയും ശക്തി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ജീവാലയിൽ ധ്യാനത്തിന് പോയപ്പോൾ നമ്മൾക്ക് ഒരു ജീവിക്കാനായിട്ട് ഒരു മക്കളെ വളർത്തണം എന്നുള്ള ഒരു പവർ നമുക്ക് കിട്ടണമെങ്കിൽ തമ്പുരാൻ്റെ ഒരു ഇടപെടൽ അതിലില്ലാണ്ട് നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മൾ മക്കളുടെ വളർച്ചയൊന്നും കാണാൻ പപ്പയില്ലെങ്കിലും പപ്പ ഇപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതാണ്. പിന്നെ മാതാവും എപ്പോഴും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിലും പറയുമ്പോഴും ചേട്ടൻ ഇങ്ങനെ മക്കളിങ്ങനെ ഇതിന് പോവാണ്, അപ്പം മാതാവിനോടും ഇപ്പം ആളുടെ ഒരു മധ്യസ്ഥം നമുക്ക് കൂടെ തന്നെ ഉണ്ട്. അതൊരു വലിയൊരു. പിന്നെ യൂദാസ്ലിഹേനെ എപ്പോഴും കാര്യം കുറേയൊക്കെ സങ്കടമായിരുന്നു. ഞാനത് ചോദിക്കാൻ വരായിരുന്നു. ചെറുപ്പത്തിൽ യൂദാസ്ലിഹയോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴും സങ്കടം. ചില സമയം നമ്മൾ ഓർക്കുമ്പോൾ ഒരു വിഷമാണ്. എന്നാലും ഇതിലും വലുതെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അങ്ങനെ ഒരു അനുഭവം വെച്ചത്. പിന്നെ നമ്മളിലും കഷ്ടത അനുഭവിക്കുന്ന കുറേ വ്യക്തികളുണ്ടല്ലോ. ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ മക്കളെ ഇപ്പം എൻ്റെ കൂടെ തന്നെ നിന്നാണെങ്കിലും അവർ എനിക്ക് സപ്പോർട്ടാണ് എല്ലാത്തിനും. അപ്പം നമ്മൾ എന്തെങ്കിലും നിന്ന് മാറി നിൽക്കണ കാര്യം പറയുമ്പോൾ പിള്ളേർ പറയും, അമ്മച്ചി ജീവാലയിൽ ധ്യാനത്തിന് കൂടിയതല്ലേ, പിന്നെ എന്തിനാ അമ്മച്ചി മാറി നിൽക്കണേ, പപ്പ ഇല്ല എന്ന് പറഞ്ഞ് അമ്മച്ചി സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് 2 മക്കളും നമ്മളുടെ ഒപ്പമാണ്. ഇപ്പം നാളെ ഇങ്ങനെ വരുമെന്നറിയില്ല, പക്ഷെ ഇത്രയും ദിവസവും നമ്മുടെ ഒപ്പം തന്നെ മക്കളുടെ ശക്തി അല്ലെങ്കിൽ മക്കളുടെ കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളെ അനുസരിക്കുകയും നമ്മളുടെ കാര്യം നമ്മളെ ഇങ്ങനെ വേണോട്ടാന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. നാളെ ഇനി എങ്ങനെ വരും എന്നറിയില്ല, എന്നാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മക്കളുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാ? അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു മൂല്യം കൊണ്ടാണോ മക്കള്? കുഴപ്പമില്ല, നല്ല ഇതിൽ തന്നെയാണ് വളരണത്. അവരുടെ ഭാവിയിൽ എന്താവണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ? ഭാവിയില് മോളിപ്പോ നഴ്സിങ്ങിന് പോണം എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മക്കൾ ഇന്ന രീതിയിൽ പോണം അങ്ങനെ? എന്താന്ന് വെച്ചാല് ഇന്നത്തെ ഇതില് ഒരു നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ മക്കൾക്കൊരു ജോലി ആണല്ലോ. നമ്മളിനി എത്ര കാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ജോലിയാണ് ആവശ്യം. അത് നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ജോലി ഇല്ലാണ്ട് അവർക്ക് സഹായിക്കാനായിട്ട് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാനായിട്ട് ഒരു നല്ലൊരു ജോലി വേണം. അപ്പം ഞാൻ മക്കളോട് പറയും, നിങ്ങൾക്ക് ആദ്യം നിങ്ങളൊരു ജോലി, ഒരു നഴ്സിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോലി ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും എത്രയോ നാൾ വേണമെങ്കിലും പഠിക്കാം. ആദ്യം സ്വന്തമായിട്ട് അമ്മ ഇനിയിപ്പോൾ പപ്പയില്ല
നമ്മളും അതൊക്കെ തമ്പുരാൻ്റെ കയ്യിലാണ്. അപ്പം ഇനി നമ്മൾ ഇനി അവർക്ക് ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. നേരത്തെ പറഞ്ഞല്ലോ +1 +2 പഠിച്ചു എന്നുള്ളത്. അപ്പൊ അത് മക്കളുടെ നിർബന്ധം കൊണ്ടാണോ അതോ എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചെടുത്തതാണ്? മക്കളും പറയായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ക്ലാസ്സിനൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ പറയണം. അപ്പോൾ ചേട്ടൻ പറയും നീ പോയിക്കോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മഞ്ഞപ്പുറം സ്കൂളിലായിരുന്നു. അപ്പം ഞായറാഴ്ച ദിവസമാണ് ക്ലാസ്. അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഇവിടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ വണ്ടിയുമ്പോൾ അവിടെ കൊണ്ടുവന്നാക്കി തരും. പിന്നെ തിരിച്ച് വരുമ്പോൾ ഇവിടെ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ആളവിടെ ഉണ്ടാവും കൊണ്ടുവരാനായിട്ട്. അപ്പം അങ്ങനെ ആൾ കൂടെ തന്നെ പിള്ളേരാണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. +1 പരീക്ഷയൊക്കെ കഴിഞ്ഞു. +2 നടക്കുന്ന സമയത്തായിരുന്നു ആളും. പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ആഗ്രഹം പോയി. അപ്പൊ ഇനി തുടർന്ന് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചേച്ചിക്കും ഇനി ജീവിതം മുന്നോട്ടുണ്ട്. അപ്പൊ പഠിക്കണം അങ്ങനെ ഒരു ചിന്ത ഇപ്പൊ ഉണ്ടോ അതോ കടയും പഠിക്കണം എന്ന് അങ്ങനെ ഇല്ല. ഇനി മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്നുള്ള മക്കളെ ഇപ്പൊ മോനൊക്കെ ഒന്നും ആയിട്ടില്ല. അപ്പൊ അവനും ബയോമാത്സ് എടുത്ത് പഠിക്കണം എന്നൊക്കെ പറയണം. അപ്പൊ എന്തിലേക്ക് വേണമെങ്കിലും ആവാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അവര് നല്ലൊരു രീതിയിൽ വരണം. എന്നാലേ നമുക്ക് ഇനിയൊരു ഇതുള്ളൂ. അല്ലാണ്ട് നമ്മള് ചേച്ചി പറഞ്ഞല്ലോ നേരത്തെ യൂതിത്ത് ഫോറത്തിൽ അല്ലെങ്കിൽ ജീവാലയയിൽ പോയപ്പോൾ ഒരുപാട് പേരെ കണ്ടുവന്നു. അതുപോലെ നമുക്കിപ്പോൾ ജീവാലയയിൽ എത്തിപ്പെടാത്ത കുറേ അധികം വിധവകൾ ഇതുപോലെ നമ്മുടെ ചുറ്റുമുണ്ട്. അവരോട് ചേച്ചിക്ക് പറയാനുള്ളത്? ഇനിയും ഇതേപോലെ ഉള്ള ആൾക്കാരോട് പറയാനായിട്ടുള്ള നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമുക്ക് ജീവിക്കണം. അതിനുള്ള കരുത്ത് തമ്പുരാൻ തരും. പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളത് ചേച്ചിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ ചേച്ചിയുടെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകണം, മക്കളെ പഠിപ്പിക്കണം, അവരെ നല്ല നിലയിൽ എത്തിക്കണം. അതിനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രശ്നസങ്കീർണമായ ജീവിതത്തെ അസാമാന്യമായ ധൈര്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയ ബീന ചേച്ചിയെ പോലുള്ള ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള പുതിയൊരു അതിഥിയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.